ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് ചെയ്യുന്നൊരു കോഡ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 5 മീറ്ററാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് വരുന്നത്. അപ്പോൾ പാൻറ്റും ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്കിതിൽ തികയുന്നുണ്ട്. പിന്നെ ഈ ക്ലോത്തിൻ്റെ വീതി വരുന്നത് 44 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. 45 ഇഞ്ച് ലെങ്ത്തിൽ ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് കൊടുക്കണം. ഷോൾഡറിൻ്റെ ഹാഫാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. 6.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്കുള്ള ലെങ്ത് വേണം. അപ്പോൾ ഇവിടെ ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടി കൊടുത്ത് 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈനാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. 12 ഇഞ്ച് മെഷർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 10 ഇഞ്ചിൽ ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്തതാണേ. ഇനി നമുക്ക് വേണ്ട ഷേപ്പിൻ്റെ ലെങ്ത്തും അതുപോലെ സ്ലിറ്റ് വരുന്ന പോർഷനിലുള്ള ലെങ്ത്തും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഷേപ്പ് വരുന്ന പോർഷനിൽ 11 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്ലിറ്റഡ് ആയിട്ടുള്ള പോർഷനിൽ 12.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ ജോയിൻ ചെയ്ത് സാധാരണ സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തി ചെയ്യത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ്സ് എല്ലാം ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. ആം ഹോളും കൂടി കൊടുക്കാം. അപ്പോൾ ഇത് ബാക്ക് ആം ഹോൾ 1.5 ഇഞ്ചാണ് കോർണറിൽ നിന്നും കൊടുക്കുന്നത്. ഫ്രണ്ട് ആം ഹോൾ 1.25 ഇഞ്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിന് നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ നിന്നും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് എത്രയാണെന്നുള്ളത് ഞാൻ മാക്സിമം എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ സ്ലീവിന് വേണ്ട ലെങ്ത് എടുക്കുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം തന്നെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ സ്പീഡിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ 3/4 സ്ലീവ് കട്ടിങ്ങിന് നിങ്ങൾ അടിച്ച് കൊടുക്കുമ്പോൾ ഷോർട്ട് വീഡിയോസ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്ലീവും കൂടി ഈ ഒരു പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി താഴത്തേക്ക് നമുക്ക് എക്സ്റ്റൻഷനും കൂടി ഉണ്ട് കേട്ടോ. 16 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് തുണി തികയുന്നുണ്ട്. കാരണം 5 മീറ്റർ നമ്മൾ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ആം ഹോൾ വഴി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ തന്നെ നമുക്ക് 2 പീസുണ്ട്, ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബിഗിനേഴ്സിനായാലും ഈ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 5 മീറ്ററിന് 300 രൂപയാണ് ഞാൻ മേടിച്ചപ്പോൾ ഉള്ള പ്രൈസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായാലും ഈ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നെക്ക് നമുക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, ആ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. 13 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലൊരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചും വിഡ്ത്ത് 3 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഓവൽ ഷേപ്പിലുള്ള നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്ക് കട്ട് ചെയ്ത് ഈ സെയിം തുണി തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ഒട്ടിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അരികുവശത്ത് ഒരു വൈറ്റ് പൈപ്പിങ്ങും കൂടി കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് മെറ്റീരിയലിലുള്ള ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ഒരു ചെറിയൊരു പൈപ്പിംഗ് അടിച്ചെടുത്ത ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഈ ഒരു മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിംഗിൾ ഫുട്ട് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് ത്രെഡ് ഇതുപോലെ വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഡിസൈൻ്റെ അടിയിലാക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുണിയിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് അല്ലാതെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് തുണിയിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അരികുവശത്ത് ഒരു വൈറ്റ് പൈപ്പിംഗ് കൂടി കൊടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു ഡിസൈൻ നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ദേ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് പൈപ്പിങ്ങിൻ്റെ ആ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പൈപ്പിങ്ങിൻ്റെ അരികുവശത്തു കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിംഗിൾ ഫുട്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ദേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്ക് ഞാനിവിടെ സാധാരണ ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി സ്റ്റിച്ച് ചെയ്ത ശേഷം ദേ ഇതുപോലെ ഞാനൊരു വൈറ്റ് ബട്ടണും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പിൽ വരുന്ന ഡിസൈൻ. അപ്പോൾ ബാക്കി സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബോട്ടം കൂടി നോക്കാം. അപ്പോൾ ബോട്ടത്തിന് വേണ്ടി ഇതുപോലെ ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടത്തിന് വേണ്ടി 38 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. 2.5 ഇഞ്ച് ഇലാസ്റ്റിക്കിനും താഴെ 2 ഇഞ്ച് ഫോൾഡ് ചെയ്യാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 42.5 ഇഞ്ച് ലെങ്താണ് പാൻറ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഇലാസ്റ്റിക് കേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 40 ഇഞ്ചും സീറ്റ് മെഷർമെൻറ്റ് 42 ഇഞ്ചുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വേസ്റ്റ് മെഷർമെൻറ്റ് 10 ഇഞ്ച്, അതിൻ്റെ കൂടെ ഞാനൊരു 3.5 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി താഴത്തേക്ക് നമുക്ക് ക്രോച്ച് വേണം. ക്രോച്ചിനുള്ള ലെങ്ത് എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണേ. അപ്പോൾ ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ 14 ഇഞ്ച് താഴത്തേക്ക് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് ഒരു 2.5 ഇഞ്ചോളം എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കൊടുക്കണം. നമ്മൾ ആം ഹോൾ ചെയ്യും പോലെ ഒരുപാട് കുഴിച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ക്രോച്ചിൻ്റെ പോർഷൻ ഒന്ന് കൊടുത്ത ശേഷം ഇനി നമുക്ക് താഴത്തേക്കുള്ള വിഡ്ത്താണ്. താഴെ എനിക്ക് 10 ഇഞ്ചാണ് വണ്ണം വേണ്ട കേട്ടോ. അപ്പോൾ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ആയിട്ട് 11 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടത്തിൽ വരുന്ന ലൂസെല്ലാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്കെയിൽ എടുത്ത ശേഷം ഈ 2 പോയിൻറ്റ്സും കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കൈവച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇതാണ് ബോട്ടത്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. സ്റ്റിച്ചിങ് എല്ലാം തന്നെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോസിൽ പലാസോ ബോട്ടം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബോട്ടവും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഡ് സെറ്റിന് സാധാരണയായിട്ട് പലാസയാണ് കേട്ടോ കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ലിറ്റ് വരുന്നൊരു ടോപ്പും കൂടിയാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണിത്. അപ്പോൾ ടോപ്പും ബോട്ടവും നമുക്കിത് ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്ലോത്ത് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസുമായി കാണാം. താങ്ക്